ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള ഒരു അടിപൊളി ചോദ്യം നോക്കാം. നമുക്ക് ഇവിടെ ഭൂമിന്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ABC എന്നിങ്ങനെ മാർക്കും ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ഏത് സ്ഥലത്താണ് ജിന്റെ വാല്യൂ കൂടുതലായിട്ടുള്ളത്? സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഭൂമിയെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ധ്രുവപ്രദേശം പോള്, ഇത് നമ്മുടെ ഭൂമധ്യരേഖ ഇക്വേറ്റർ. ഓക്കെ, അപ്പം ഇതാണ് സെന്ററിൽ നിന്ന് ധ്രുവപ്രദേശം പോളിലേക്കുള്ള ദൂരം നോക്കിക്കോ. ഇതാണല്ലോ റേഡിയസ് എന്താണ്, താരതമ്യേന കുറവാണ് അല്ലെ മക്കളെ. മനസ്സിലാക്കണം, ജിന്റെ വാല്യൂ റേഡിയസ് അനുസരിച്ച് എന്ത് ചെയ്യും, വ്യത്യാസപ്പെടും. റേഡിയസ് കൂടിയാൽ ജി കുറയും, റേഡിയസ് കുറഞ്ഞാൽ ജി കൂടും. അപ്പോൾ ധ്രുവപ്രദേശം അല്ലെങ്കിൽ പോളിലേക്കുള്ള റേഡിയസ് എന്താണ്, കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ജി എന്തായിരിക്കും, കൂടുതലായിരിക്കും. എന്നാൽ ഇക്വേറ്റർ നമ്മുടെ ഭൂമധ്യരേഖയിലോട്ടുള്ള റേഡിയസ് എന്താണ്, കൂടുതലാണ്. അപ്പൊ എന്തായിരിക്കും, ജി എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, സെന്ററില് ജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ജിന്റെ വാല്യൂ മാക്സിമം എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്, എയിലാണ്. എവിടെയാണ്, നമ്മളുടെ ധ്രുവപ്രദേശത്താണ്, എയിലാണ്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്ട് ഓഫ് മാസ് 50 കിലോഗ്രാം. 50 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിലെ ഭൂമിയിലെ ഭാരം എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് mg അല്ലെ. എം എന്ന് പറയുമ്പോൾ 50, ജി 9.8 ആണ് ഭൂമിന്റെ വാല്യൂ. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി, 50 × 9.8 ചെയ്യുമ്പോൾ we will get 490 ന്യൂട്ടൺ എന്നല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇതേ വസ്തുവിന്റെ മാസ് ചന്ദ്രനിൽ എത്രയാണ്? അതായത് ഈ വസ്തുവിനെ ചന്ദ്രനിൽ കൊണ്ടുപോയി വെച്ചാൽ, മൂണിൽ കൊണ്ടുപോയി വെച്ചാൽ അതിന്റെ മാസ് എത്ര? മാസ് എപ്പോഴും എന്തായിരിക്കും, 50 തന്നെ ആയിരിക്കും അല്ലെ. അതായത് ഇവിടെ 50 ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും എഴുതി കൊണ്ടുപോയി വെച്ചാൽ 50 തന്നെയായിരിക്കും, ഒരു മാറ്റം വരില്ല. മാറ്റം വരുന്നത് വെയിറ്റിൽ മാത്രമായിരിക്കും. മനസ്സിലാക്കണം, നിങ്ങളെ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.